അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യക്ക് എതിരായി നിങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ നഷ്ടമാണ്. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ആയത്ത് ഒരു പ്രത്യേക പദമാണ് ഉപയോഗിച്ചത്. പ്രവാചകരെ അവരോട് പ്രഖ്യാപിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. അത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. ആ കൽപ്പനയിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞാൽ ഫഇൻ തവല്ലൗ, ഈ കൽപ്പനയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവനെ പറ്റി പറയുന്നു ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കാഫിർ എന്നാണ് വിളിച്ചത്. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അത്തരത്തിലുള്ള കാഫിരീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഹദീസ് നിഷേധി എന്നല്ല വിളിച്ചത്, കാഫിർ എന്നാണ് വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ് ആ വരികളെന്ന് ചേർത്ത് നോക്കുക. അതുകൊണ്ട് എൻ്റെ നിലപാടെന്താണ്? ഖുർആനിനോട് എൻ്റെ നിലപാടെന്താണ്? ഹദീസുകളോട് എൻ്റെ നിലപാടെന്താണ്? സ്വഹീഹ് എന്ന് അനവധി പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഹദീസിന്റെ നിലപാടിനെ കുറിച്ച് എൻ്റെ നിലപാട് എന്താണ്? ഈ ആയത്തൊന്ന് ചേർത്ത് വെക്കുക. കാഫിരീങ്ങളെ, ഏതാണ് ആ കാഫിർ? അള്ളാഹുവിൻ്റെയും റസൂലിനെയും അനുസരിക്കുന്ന വിഷയത്തിലുള്ള കാഫിറുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മാത്രല്ല, നമ്മൾ അങ്ങനെയുള്ള സ്വന്തം ഇച്ഛകൾക്കും ആരുടെയെങ്കിലും ഹിതങ്ങൾക്കും അനുസരിച്ച് ഏതെങ്കിലും ആളുകളുടെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും പുസ്തകത്തിലെ ശുദ്ധമായ വരികൾ കണ്ടുകൊണ്ട് തെറ്റായ മാർഗത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെ നിനക്ക് ഇത് ശരിയാണെന്ന് തോന്നുകയും ഇതാണ് ശരിയെന്ന് നീ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടി വന്നാൽ ആലോചിച്ചോ. അല്ലാഹുവിനെയും പ്രവാചകനെയും ആരെങ്കിലും എതിരു ചെയ്താൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ പഴച്ചു. നമ്മൾ പല ആൾക്കാരെ പറ്റിയും പറയാറുണ്ടാവും പഴച്ചവനാണ്. ശരിക്ക് പഴച്ചതാരാണ്? അള്ളാഹുവിനെയും പ്രവാചകനെയും എതിരായുള്ള സമീപനം എടുത്തവൻ ആരാണോ, നാട്ടുകാരുടെ ഇഷ്ടം നോക്കുന്നു, വീട്ടുകാരുടെ ഇഷ്ടം നോക്കുന്നു, ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടം നോക്കുന്നു, മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായം നോക്കുന്നു, ഹദീസുകൾക്ക് സ്ഥാനം നൽകുന്നില്ല എങ്കിലൊന്ന് ആലോചിച്ചോ. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും എതിരായ ഒരു സമീപനമുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ പിഴവിലാണ്. ഫഖദ് ളല്ല ളലാലം മുബീനാ, വ്യക്തമായി അവൻ പഴച്ചു. ഇത് വലിയൊരു പിഴവിലാണ് പെട്ടത്. അവന് വലിയ പിഴവിലാണ് അവൻ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവിടുന്ന് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മളോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പിഴക്കാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചേ പറ്റൂ. കിതാബല്ലാഹി വസുന്നത റസൂലി, അള്ളാഹുവിൻ്റെ കിതാബ് വേണം, പ്രവാചകന്റെ സുന്നത്ത് വേണം. ഒരുപക്ഷെ സദസ്സിലിരിക്കുന്ന നമുക്കിടയിൽ പോലും ഉണ്ടാകും ഖുർആൻ പഠിക്കണം എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല, എതിരഭിപ്രായമൊന്നും സാധ്യതയില്ല. പക്ഷെ ഹദീസും പഠിക്കണം, അതും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്, അതും ഉൾക്കൊള്ളേണ്ടതാണെന്നുള്ളിടത്ത് ചിലരുടെയെങ്കിലും മനസ്സുകളിൽ ചിലപ്പോൾ ചില വസ്വാസുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതാക്കാനാണ് ഞാൻ ഈ വിശദീകരണം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി മാത്രമല്ല പ്രവാചകന്റെ അരികിലേക്ക് വരുന്നത്, ഹദീസിൽ നിന്ന് കിട്ടുന്ന പ്രവാചകന്റെ വഴികളിലൂടെ കിട്ടുന്നതാണ്, അത് പഠിക്കാനും അവർ വരുമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് നിത്യമായി പ്രവാചകന്റെ സദസ്സിൽ പോകാൻ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പ്രവാചകന്റെ ജീവിച്ചിരിപ്പുള്ള കാലത്ത്, അന്ന് ഖലീഫ എന്നല്ല, അന്ന് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പറയാണ്, എൻ്റെ അയൽവാസിയായ അൻസ്വാരിയായ ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞയക്കും ആ സദസ്സിലേക്ക്, അവന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. എന്നിട്ട് എൻ്റെ ഒഴിവനുസരിച്ചുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് പോകാറുണ്ട്. അവിടെ നിന്ന് എന്താണ്? അവിടെ നിന്ന് ഖുർആൻ ക്ലാസ്, എന്നാ ഓക്കെ. അവിടെ നിന്ന് ഹദീസ് ക്ലാസ്സാ. ആ നിലപാട് വരുന്നവരോടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിന്റെ ഗാംഭീര്യം പറഞ്ഞത്. ഞാൻ അതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞ വിഷയം മാത്രം അംഗീകരിച്ചാൽ പോരാ. മഹാനായ ഉഖ്ബത്ത് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു, സുന്ദരമായി ജീവിച്ചു പോകുന്നു, നല്ല ദാമ്പത്യ ബന്ധം, അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല, നല്ല കുടുംബജീവിതം. അങ്ങനെ ഇരിക്കെ ഈ രണ്ടാളുകളെയും, ഈ പെണ്ണിനെയും ഈ പയ്യനെയും ഈ ഉഖ്ബത്ത് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചോ?
നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അതെന്താ? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തി, അനിയൻ ജ്യേഷ്ഠൻ എന്ന ബന്ധമാണ്, സാഹോദര്യ ബന്ധമുണ്ട്, ഞാൻ പാടില്ല. മക്കയിൽ നിൽക്കുന്ന ഉഖബത്ത് റളിയല്ലാഹു അൻഹു അന്ന് നേരെ മദീനത്ത് പോയി. എന്തിന്? ഖുർആനിലുണ്ടോന്ന് ചോദിക്കാനല്ല, പ്രവാചകൻ എന്ത് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സ്ത്രീ അത് സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ വിവാഹം ഹലാലാകില്ല, നിങ്ങൾ പിരിയണം. ഹദീസിലാണ്. എഞ്ഞു പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ അവിടെ വെച്ച് പിരിയാൻ തീരുമാനിച്ചു. ഇസ്ലാമിൻ്റെ ഒരു നിലപാട് അതാണെന്നറിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ സ്വഹാബത്ത് തയ്യാറാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സ്വഹാബത്തിന് താല്പര്യം തോന്നി. നേർക്ക് നേരെ പ്രവാചകനോട് ചോദിക്കാൻ വിഷമമുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരോട് പോയി ചോദിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട്. ആർത്തവപരമായ ചില സംശയങ്ങൾ സ്വഹാബ വനിതകൾക്ക് വന്നപ്പോൾ അവർക്ക് ചോദിക്കുവാനും പ്രവാചകന് പറഞ്ഞു കൊടുക്കാനും ബുദ്ധിമുട്ടായി. പ്രവാചകന്റെ വീട്ടിലേക്ക് അവർ വന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഭാര്യമാരുണ്ട് അവിടെ, അവരോട് ചോദിച്ചോളൂ, ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച ആദാബുകളെ, സുന്നത്തുകളെ, ഇസ്ലാമിന്റെ വിശദീകരണങ്ങളെ കൂടെ സ്വീകരിക്കാൻ നമ്മളോട് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഒരുപാട് വിഭാഗീയതകൾ കടന്നു വരും. എൻ്റെ കാലശേഷം ഈ ഉമ്മത്തിൽ പല പല വിഭാഗക്കാരും കടന്നു വരും. നിങ്ങൾ എവിടെ നിൽക്കണം? ഞാൻ ഒന്നിലേക്കില്ല, ഞാൻ എൻ്റെ കാര്യം, ഞാൻ ഒരു പ്രസ്ഥാനത്തേക്കില്ല, ഞാൻ ആരുമായും ബന്ധമില്ല, ഞാൻ ആരതും കേൾക്കൂല. അത് നല്ല നിലപാടല്ല. അത് ഈ നശിക്കാൻ പോണതിൻ്റെ ഒന്നാമത്തെ അടയാളമാണത്. ഞാൻ ഒന്നുകൂല എന്നാണ് ഒഴിഞ്ഞിരിക്കുന്നത്. ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്തിലേക്ക് അവർ മുറുകെ പിടിക്കട്ടെ. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, 4 റാഷിദീങ്ങളായ ഖലീഫമാരെ ചൂണ്ടി പറഞ്ഞു, അവരുടെ മാർഗം പിൻപറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ആ സുന്നത്തിലേക്കുള്ള അവരുടെ ശരിക്കും. എന്നിട്ട് എങ്ങനെ സുന്നത്ത് പിടിക്കണം എന്നറിയോ? ബിന്നവാജിദ്, അവരുടെ അണപ്പല്ലുകൊണ്ടവർ മുറുകെ പിടിക്കട്ടെ. എൻ്റെ സുന്നത്തുകളെ അണപ്പല്ലുകൊണ്ടവർ മുറുകെ പിടിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ആ ഹദീസ് രംഗത്തും പഠനരംഗത്തും അവർ കാണിച്ചിരുന്ന വ്യഗ്രതയും താല്പര്യവുമാണ് ഈ പറഞ്ഞതൊക്കെ. അതിൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം അതിൽ താല്പര്യം കാണിച്ചവരായിരുന്നു 4 ഖലീഫമാർ. 2ാം ഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ, ഒരുപാട് ഹദീസുകൾ പറഞ്ഞവരാണ്. 3ാം ഘട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ പോലെ, അംർ ബിൻ ആസിനെ പോലെയുള്ള സ്വഹാബാക്കളെ കാണാൻ സാധിക്കും. അങ്ങനെ പല നിലക്കും അദ്ദേഹത്തിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ ക്രോഡീകരിച്ച, അല്ലെങ്കിൽ പറഞ്ഞു തന്ന, പഠിപ്പിച്ച നിരവധി അനവധി സ്വഹാബിമാർ അത് രേഖപ്പെടുത്തി വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അവയിൽപ്പെട്ട ഒരൊറ്റ ഹദീസ് മാത്രം ഈ ക്ലാസിന്റെ ചെറിയ സമയത്ത് വിശദീകരിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ചെറിയ ഹദീസാണ്, പഠിക്കേണ്ടതാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് അദ്ദേഹം? അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലെ ഒരാൾ. ചെറിയ ആളല്ല, സ്ഥാനം കൂടിയ ആളാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വർഗമുണ്ട് എന്ന് പ്രവാചകന്റെ തിരുമൊഴിയിലൂടെ രേഖപ്പെടുത്തവരാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഖൈറുസ് സാഹിബ്, നല്ല കൂട്ടുകാരൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചയാളാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹ് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള വിശദീകരണം. വഅസ്ലമ ഖദീമ, വളരെ പഴക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മസ്തജിബ് ലഹു ഇദാ ദഅാക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം കൊടുക്കണേ. അദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ പ്രാർത്ഥന, സഅദ് എപ്പോഴെങ്കിലും അല്ലാഹുവേ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് നീ ഉത്തരം കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും പ്രധാനം, ബദർ യുദ്ധത്തിന്റെ തിരക്ക് പിടിച്ച, എണ്ണം കുറഞ്ഞ യോദ്ധാക്കളുള്ള രണഭൂമിയിൽ
പോരടിക്കാൻ കടന്നു വന്ന ബദരീങ്ങളിൽപ്പെട്ട ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട രംഗത്ത് ഒരുപാട് പ്രയാസം സഹിച്ച വ്യക്തിയായിരുന്നു. അമ്പെയ്ത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത സഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ നിന്ന് ചരിത്രം പറയുന്നു, അദ്ദേഹം ഞാൻ 2 ആൾക്കാരെ കണ്ടു. ആ 2 ആളുകളെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. നല്ല ശുഭവസ്ത്രധാരികളായ, നല്ല കറുത്ത മുടി നിറഞ്ഞ, യുവത്വം പ്രസരിക്കുന്ന 2 ആളുകൾ. അവർ യുദ്ധം ചെയ്യുന്നൊന്നുമില്ല, ഞാൻ അവരെ കണ്ടു, പിന്നെ ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് മീഖായിലിനെയും ജിബ്രീലിനെയും ആ രംഗത്ത് വെച്ച് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മനുഷ്യരൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഹദീസിൽ കാണുന്നു. പരിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ ഉള്ള ആയത്തുകൾ ഇറങ്ങിയിട്ട് പോലുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ പ്രവാചകരുമായി ബന്ധപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ അവിടുന്ന് കിട്ടിയ ഇൽമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫഖാല സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്ക് സുന്നത്താണ്, അദ്ദേഹം ചെയ്തത് സുന്നത്താണ്, അദ്ദേഹം നമ്മോട് അംഗീകരിച്ചതാണെങ്കിൽ അത് സുന്നത്താണ്. അതിൽപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്ക് കൊണ്ടുള്ള ഒരു കലിമയാണ് അർബഉൻ മിനസ് സഅദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ്. ഇത് 4 പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, എനിക്ക് സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ചാൻസ്. 4 കാര്യങ്ങൾ സൗഭാഗ്യങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ പറയാറുള്ള, നമ്മൾ കാര്യം കൊടുക്കാറുള്ള 4 കാര്യങ്ങളാണോ, നമ്മൾ സൗഭാഗ്യമെന്ന് വിളിക്കാറുള്ള പല കാര്യങ്ങളും ഇതിലുണ്ടോ എന്ന് നോക്കാം. 4 കാര്യങ്ങൾ സഅദത്തിൽപ്പെട്ടതാണ്, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ഒന്നാമത് പറഞ്ഞു, അൽ മർഅതു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യ ഉണ്ടാവുക. ഒരു ഭാര്യ ഉണ്ടാവുക എന്ന് വെച്ചെങ്കിൽ നമുക്ക് എല്ലാവരും രക്ഷപ്പെട്ടു, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അൽ മർഅതു സ്വാലിഹ, സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നത് ദുനിയാവിൽ സൗഭാഗ്യമാണ്. നമ്മൾ പറയാറുണ്ട്, അവൻ ഭാഗ്യം ചെയ്തവനാണ്. എന്തോ ഭാഗ്യം ചെയ്തത്, അവന് ഭാഗ്യത്തിന് പറ്റുന്നൊരു പെണ്ണവനുണ്ട്. ജീവിതത്തിലെ, വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷെ നമുക്കൊക്കെ നല്ലൊരു ഭാര്യ ഉണ്ടാവുക എന്നാണ്. വീട്ടിൽ മക്കൾ സമയത്ത് വീട്ടിലേക്ക് വരാൻ തോന്നുന്നതെങ്കിൽ അവരുടെ ഉമ്മ ഏറ്റവും നല്ല അവസ്ഥയിലാകുമ്പോഴാണ്. ഒരു ഭർത്താവിന് തൻ്റെ ജോലി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭാര്യ ശരിയാണെന്നതിൻ്റെ അടയാളമാണ്. അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് നല്ല ഒരു സൗഭാഗ്യമാണ്. ആരാണത്? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതാരാണ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ? ഖാനിതാതുൻ, ഭർത്താവിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല അനുസരണയുള്ളവളാണ്. ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ എല്ലാം സൂക്ഷിക്കുന്നവളാണ്. ഭർത്താവിന്റെ സ്വത്ത്, ഭർത്താവിന്റെ അഭിമാനം, ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ മക്കള്, എല്ലാവരെയും ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവളാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ. അതെങ്ങനെയാണ് കിട്ടാറുള്ളത്? അത് വിവാഹത്തിന് മുമ്പ് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നു. സ്വാലിഹത്തിന് വേണമെങ്കിൽ ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്, വിവാഹത്തിന് മുമ്പ് നീ പെണ്ണന്വേഷിക്കുമ്പോൾ ആലോചിക്കണം, ദീനുള്ള പെണ്ണിനെ കരസ്ഥമാക്കണം. ഒരുപക്ഷെ നിന്റെ കരങ്ങൾക്ക് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്നേക്കാം, ചെളി പുരണ്ടേക്കാം, ത്യാഗം അനുഭവിക്കേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും അതൊരു ഭാഗ്യമായി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈവാഹിക രംഗത്ത് എത്തുമ്പോൾ പോലും പ്രാർത്ഥനയോടുകൂടെ അവളുടെ തലയുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട്, അല്ലാഹുവേ, ഈ സ്ത്രീയിൽ നിന്ന്, ഈ പെണ്ണിൽ നിന്നുള്ള എല്ലാ ഖൈറും ഞാനിതാ ചോദിക്കുന്നു. അവൾ സ്വാലിഹത്തായി കിട്ടണമെന്നുള്ള വഴിയാണ്. പ്രാർത്ഥനയോട് തുടങ്ങാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഹലാലാകുന്ന ആ വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുവെങ്കിൽ അത് കുടുംബജീവിതത്തിൽ ഒരു മർഅത്തുൻ സാലിഹ കടന്നു വരാൻ വേണ്ടി തന്നെയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭങ്ങളിലായി പല വിശദീകരണങ്ങൾ നൽകുകയാണ്. തന്റെ ഭാര്യമാര് അത്തരത്തിലായിപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അതാ പ്രവാചകർ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അങ്ങനെ അവസാനം വിത്റിന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റും നമസ്കരിച്ചു കഴിഞ്ഞു. ഖാല, പ്രവാചകർ വിളിക്കുകയാണ്, ഖൂമി ഫഔതിരി യാ ആയിഷ, ആയിഷ നീ എഴുന്നേൽക്ക്, എന്നിട്ട് വിത്ർ നമസ്കരിക്ക്. അപ്പോ താൻ നമസ്കരിച്ച പോരാ, തൻ്റെ ഭാര്യയും അത്തരത്തിലായിത്തീരണമെന്ന പ്രതിജ്ഞയോടുകൂടെ അവരെയും വിളിച്ചുണർത്തി രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാലിഹത്തായ ഭാര്യയുടെ ചില അടയാളങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ടുന്ന സാന്ത്വനം, പരിചരണം, ഏറ്റവും നല്ല സഹവാസം, മുലാഅബതു അഹ്ലിഹി. സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ പറയും, ഒരാൾ വെറുതെ ഇങ്ങനെ അങ്ങാടി പോയിരുന്ന പറയും, എന്തിനാണോ വെറുതെ സമയങ്ങളിന്. ഒരാൾ വെറുതെ എന്തെങ്കിലും അനാവശ്യ വിനോദങ്ങളിൽ പെട്ടാൽ നമ്മൾ പറയും, എന്തിനാണോ വെറുതെ വിനോദങ്ങളിൽ പോയിരിക്കുന്നത്. എന്നാൽ പ്രവാചകർ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭാര്യയുമായി കളിചിരികളിൽ ഏർപ്പെടുന്നതിനെ നിങ്ങൾ വിനോദമായി ടൈം പാസ്സായി കാണേണ്ടതില്ല. അതവർക്ക് പുണ്യകർമ്മവും അനുവദനീയവുമാണ്. ഭാര്യ നന്നാവുന്നതിനുള്ള, ഭാര്യമാർ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അതേപോലെ തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്ത്. ഭർത്താവിനെ അനുസരിക്കുക എന്ന പ്രധാനപ്പെട്ട ഗുണത്തിന്റെ ഉടമയായിരിക്കും അവർ. വലാ തജിദു ഇംറഅതൻ ഹലാവതൽ ഈമാൻ, ഒരു പെണ്ണിനും ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. ഒരു പെണ്ണിനും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഹത്താ തുഅദി ഹഖ്ക സൗജിഹാ, അവളുടെ ഭർത്താവിനോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കുന്നത് വരെ. അവൾ കുറെ നിസ്കരിച്ച്, കുറെ നോമ്പുറ്റ്, കുറെ സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് ഈമാന്റെ മാധുര്യം കിട്ടൂല. ഭർത്താവിനോട് കൊടുക്കേണ്ട കുറെ അവകാശ ബാധ്യതകളുണ്ട്. അത് ചെയ്തെങ്കിലാണ് അവളുടെ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം, വലൗ സഅലഹാ നഫ്സഹാ വഹുവ അലാ ദഹരി ഖതീബിൻ, അവളെങ്ങാനും ഒരു ഒട്ടകപ്പുറത്തിരിക്കുന്ന വേളയിലാണ് ഭർത്താവ് അവളുടെ ശാരീരിക ആവശ്യത്തിന് ക്ഷണിക്കുന്നതെങ്കിൽ അവൾ ആ സമയത്തും അദ്ദേഹത്തെ അനുസരിക്കുന്നവളാകണം. അഥവാ തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ, തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറത്ത് ഭർത്താവിനെ പരിഗണിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം സ്വാലിഹത്തായ ഒരു പെണ്ണിനുണ്ടായിരിക്കും. പ്രവാചകർ പറയാം, സ്വർഗത്തിൽ കുറേ സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകൾക്ക് ഗുണമുണ്ട്. അവർ സ്വർഗത്തിലെത്തുന്നതിന് അവർക്ക് ചില പ്രത്യേക ഗുണങ്ങൾ തന്നെയുണ്ട്. തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വർഗത്തിലെ ഉത്തമരായ സ്ത്രീകളെ കുറിച്ച്, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്. അവർ സ്വഹാബത്ത് പറഞ്ഞു, നഅം. പ്രവാചകർ പറയൂ, കുല്ല വലൂദിൻ വദൂദ്, നന്നായി പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്നവരായിരിക്കും. എന്നിട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗത്തിലെ സ്ത്രീകളുടെ ഗുണം, അവരുടെ ഭർത്താവുമായി എന്തെങ്കിലും നിലക്കുള്ള സയ്യിഅഹ, എന്തെങ്കിലും മോശം സംഭവിച്ചു, അല്ലെങ്കിൽ പിണക്കം സംഭവിച്ചു, ആ സമയത്ത് ആ പെണ്ണ് പറയുമത്ര, ഹാദിഹി യദീ ഫി യദിക്, ഇതാ എൻ്റെ കയ്യ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇതാ വെക്കാൻ പോവുകയാണ്. ലാ അക്തഹിലു, ഞാനിതാ ഒരിക്കലും തന്നെ ഈ കയ്യിനി മാറ്റുകയില്ല, നിങ്ങൾ എന്നോടുള്ള പിണക്കം മാറ്റാതെ. ഹത്താ തർളാ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ ഈ കൈ ഞാൻ മാറ്റൂല, ഞാൻ ഉറങ്ങൂല. അത്രക്ക് തൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടാൻ പരിശ്രമിക്കുന്നവരായ സഹോദരിമാരെ കുറിച്ചാണ് സ്ത്രീകൾ സ്വർഗത്തിലെ ഉത്തമരായവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.